ഏതെങ്കിലും മറിഞ്ഞു വീണ് ആരെയെങ്കിലും മരിക്കുകയോ വല്ല ചെയ്തെങ്കിൽ മാത്രമേ റെയിൽവേ പണിയൊന്നും എനിക്ക് തോന്നുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലത്തെ മരം സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് ചരിഞ്ഞു വീണു. കൊട്ടാരക്കര മന്നം മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് മരം വീണത്. അപകടത്തെ തുടർന്ന് സ്കൂളിലെ ബസ് ഷെഡും ഓഡിറ്റോറിയവും ഭാഗികമായി തകർന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവമുണ്ടായത്. മരം വീണത് പുലർച്ചെയായതിനാൽ വലിയ അപകടമാണ് ഒഴിവായതെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. മരം വീണതിനെ തുടർന്ന് ഭാഗികമായി തകർന്ന ബസ് ഷെഡിനും ഓഡിറ്റോറിയത്തിനും സമീപത്തായാണ് കുട്ടികളുടെ ശുചിമുറിയുള്ളത്. അതിനാൽ തന്നെ സ്കൂൾ പ്രവൃത്തി സമയമാണ് അപകടമുണ്ടായതെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കുമായിരുന്നു. അപകടകരമായ നിലയിൽ നിന്നിരുന്ന മരം മുറിച്ചു മാറ്റണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാൻ റെയിൽവേ തയ്യാറായില്ലെന്നും പരാതി ഉയരുന്നുണ്ട്. ഏകദേശം 40 വർഷമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സരസ്വതി വിദ്യാലയമാണ് മന്നം മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇവിടെ ഈ റെയിൽവേയുടെ പരിസരത്ത് ഈ സ്കൂളിന് വളരെ വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് മഹാഗണപതിയുടെയും മഹാദേവൻ്റെയും അനുഗ്രഹത്താൽ അതെല്ലാം ഒഴിവായി. അതായത് സ്കൂൾ വർക്കിംഗ് സമയത്താണെന്നുണ്ടെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുന്ന സാഹചര്യം ദൈവികമായിട്ട് ഒഴിവായി. ഇന്ന് രാവിലെ ഏകദേശം 4:30 ഇവിടെ ഫയർഫോഴ്സ് സംഘവും പോലീസും എത്തി. അങ്ങനെ ഹെഡ് മാസ്റ്ററെ വിളിച്ചു. ഹെഡ് മാസ്റ്റർ ശ്രീ രാജ്മോഹൻ സാറ് സ്കൂളിലെ 2 ഡ്രൈവർമാരെയും മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടുള്ള എന്നെയും ഞങ്ങൾ അതേ സമയത്തൂടെ എത്തുകയും സ്കൂളിൻ്റെ പരിസരത്ത് എല്ലാം ശ്രദ്ധിക്കുകയും നമ്മുടെ സ്കൂളിൻ്റെ ഈ ഷെഡ് പൂർണ്ണമായിട്ടും നിലം പതിച്ചു. അങ്ങനെ ആദ്യം ഒരു ബസ് ഇറക്കാൻ സാധിച്ചു. മറ്റൊരു ബസ്സിൻ്റെ മേളിലോട്ട് ഈ ഷെഡെല്ലാം കൂടെ മരവും എല്ലാം വീണ് കിടക്കുകയാണ്. വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂളിൽ നിന്നും ഈ റെയിൽവേക്ക് നിവേദനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരങ്ങളെ മുറിച്ച് മാറ്റി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും. ഏകദേശം 3 മുതൽ 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ ഏകദേശം 150ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ഈ ക്ലാസ് മുറികളിൽ നിന്ന് തന്നെ നമ്മൾ ക്ലാസ് ഒഴിവാക്കിയിട്ട് മറ്റൊരു ബിൽഡിങ്ങിലേക്കാണ് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. സ്കൂൾ വർക്കിംഗ് ടൈം ആയിരുന്നുണ്ടെങ്കിൽ ധാരാളം കുട്ടികൾ ബാത്റൂമിലും പുറത്തോട്ടും ഇറങ്ങുന്ന സമയത്ത് വലിയൊരു ദുരന്തമാണ് സംഭവിക്കുന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ റെയിൽവേക്ക് നിവേദനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ റെയിൽവേ അധികൃതരുടെ അനാസ്ഥ. അതായത് എത്ര നിവേദനം നൽകിയാലും എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും റെയിൽവേയുടെ സ്റ്റേഷൻ മാസ്റ്ററെയും ബാക്കിയുള്ള അധികാരികളെയും എല്ലാം അറിയിച്ചിട്ടും ഇതുവരെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇവിടെ നിന്ന് എത്തുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. ഈ രീതിയിലുള്ള റെയിൽവേയുടെ അനാസ്ഥ സമീപനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുരുന്ന കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളെയും PTA എല്ലാം ഉൾപ്പെടെ ഒരു ജനകീയ പ്രതിഷേധം റെയിൽവേക്ക് മുമ്പിൽ ഉടൻ തന്നെ ആരംഭിക്കും. റെയിൽവേയുടെ നടപടികൾ ശക്തമായിട്ട് നടപടികൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മന്നത്തോറ്റാവിൻ്റെ നാമനേറ്റിലുള്ള മന്നം മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂള് 10-40 വർഷമായി ആരംഭിച്ചിട്ട് വളരെ മിടുക്കരായ വിദ്യാർത്ഥികൾ ഇവിടുന്ന് പഠിച്ചു പോവുകയും നല്ല നിലയിൽ തന്നെ ഇറങ്ങി ഈ സ്കൂളിൽ ഇതുപോലെ സംഭവം നേരത്തെ തന്നെ പല പ്രാവശ്യവും മരങ്ങൾ വീണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പല പ്രാവശ്യം റെയിൽവേയുടെ റീജിയൽ ഓഫീസർക്ക് പലർക്കും കൊടുത്തിട്ടുണ്ട്. ഈ കാറ്റ് വീശുമ്പോൾ കാറ്റ് നല്ലോണം വീശുന്നു, ഇത് മുറിച്ചു മാറ്റണമെന്ന് പറയുമ്പോൾ അവരതിനെ നമ്മുടെ പരാതിയൊക്കെ മേടിച്ചു വെക്കും, ഇങ്ങോട്ട് വരുത്ത പോലുമില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും മറിഞ്ഞു വീണ് ആരെയെങ്കിലും മരിക്കുകയോ വല്ല ചെയ്തെങ്കിൽ മാത്രമേ റെയിൽവേ പണിയൊന്നും എനിക്ക് തോന്നുന്നു. കാരണം ഇത് പണിഞ്ഞെങ്കിൽ ഇത് പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. രാവിലെ 4 മണിക്കാണ് സംഭവിച്ചത്. തിരിച്ചതിൽ 9 മണിക്കോ 10 മണിക്കോ ആയിരുന്നെങ്കിൽ ഈ ബാത്റൂമിന് അടുത്തുള്ള ഈ മരം വീണത് ബാത്റൂമിന് അടുത്തുള്ള സ്ഥലമാണ്. ആ സമയത്താണെങ്കിൽ കുഞ്ഞുങ്ങൾ പോലും ബാത്റൂം ഉൾപ്രകാരങ്ങൾ പോകുന്ന സ്ഥലത്ത് എന്ത് സംഭവിക്കുമായിരുന്നു? അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കുമില്ല. റെയിൽവേക്ക് ശ്രദ്ധയില്ല. നമ്മൾ പറയാനല്ലേ വെക്കൂ, അല്ലെങ്കിൽ മുറിക്കാൻ അനുവദിച്ചാൽ മതി. ഒരു പക്ഷേ എന്തെങ്കിലും ശല്യം വന്ന് കോതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പണം കൊടുത്താണ് ഞങ്ങളാണ് കോതിക്കുന്നത്. അവർ ചെറുതായിട്ട് നമ്മൾ കാണുമ്പം നമ്മൾ ജയിക്കുന്നത്, അല്ലാതെ ഒരു ഉത്തരവാദിത്വവും റെയിൽവേക്ക് ഇതിനകത്തില്ല. കാരണം ഞങ്ങളുടെ വസ്തുവിലുള്ള ഈ ഒരു സ്കൂള് വളരെ വലിയ സ്കൂള് ഇനി മുൻകൂട്ടി നടത്തിപ്പിന് വേണ്ടിയും മുന്നോട്ട് പോകാൻ വേണ്ടിയും അതിനുള്ള സത്വര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും PTA മെമ്പർമാരും ചേർന്ന് വേണമെങ്കിൽ മധുരയിലെ റീജിയണൽ ഓഫീസ് വരെ ഞങ്ങൾ പോയി സമരം ചെയ്യും. അതിനുള്ള ഈ ഒരു കാഴ്ച ഞങ്ങളുടെ വണ്ടി കണ്ടില്ലേ, വണ്ടി കേടായി, ഞങ്ങളുടെ സ്റ്റേജ് കേടായി, ലക്ഷങ്ങളുടെ നഷ്ടമൊക്കെ വന്നിട്ടുണ്ട്.
ലക്ഷങ്ങൾ നഷ്ടം തോന്നിട്ടുണ്ട്. മതിലടിച്ചു. ആ റെയിൽവേ ആയിട്ട് നല്ല മതിൽ പോലെ കെട്ടി. നിങ്ങൾ നോക്ക്, ഈ മതിലെല്ലാം കെട്ടിയേക്കുന്നത് ഞങ്ങളാണ്, അവരല്ല കെട്ടിയേക്കുന്നത്. മതിൽ ഉൾപ്പെടെ കെട്ടി ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് സുരക്ഷിതമായി ഞങ്ങൾ പഠിപ്പിച്ചു കൊണ്ടുവന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ മുമ്പോട്ട് പോകാൻ വേണ്ടിയും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്തേ ഞങ്ങൾക്ക് പറ്റൂ, ചെയ്യണം എന്നാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. കാരണം ഈ ഫയർഫോഴ്സ് പോലീസ് വന്നതിൻ്റെ അത്ര പോലും ഈ 10-12 മണിയാണൊക്കെ പോലും റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഉത്തരവാദിത്വവും ഇവിടെ വന്ന് അന്വേഷിക്കാവുന്നേ ഉള്ളൂ. എന്താണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക? ഞങ്ങൾക്ക് സമയം ഞങ്ങൾക്ക് അവിടെ ചെന്ന് ചെയ്യാമെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ല. രാവിലെ 4 മണി പോലെ സംഭവം. ഞങ്ങളുടെ മര്യാദ അനുസരിച്ച് ഞങ്ങൾ പറയുന്നു, ഇനി സമരത്തിൻ്റെ ശൈലിയിലൂടെ ഇത് പോവും, അത് പോയിരിക്കും എന്നാണ് ഞങ്ങൾ പറയുന്നത്.